Good evening, everyone. A warm welcome to yet another webinar conducted by IEEE SBG CW as a part of our webinar series, OPAS. AI has become a hot topic among technology enthusiasts and also students of speed and precision. On today's session, we are lucky to hear from Mr. Mohammed Rashi, data analyst at Silent Singapore, and from Mr. Darshan, technologist at Global Foundries Singapore. I welcome both of you to this webinar. Over to you, sir. Are we audible right? പറയുന്നത് കേൾക്കാല്ലേ? Yes, I am. Okay. You can start share the screen. സ്ക്രീൻ കാണാനല്ലേ? ഹലോ സർ സ്ക്രീൻ കാണാം. Okay, I hope everyone can hear. ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയാണ് ടോപ്പിക് എങ്കിലും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ അതിൻ്റെ ഇൻഡസ്ട്രിയൽ റെലവൻസ്, ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൈസെൽഫ്, എൻ്റെ പേര് മുഹമ്മദ് റാസി. ഞാൻ ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഐ എം ഓൾസോ മെഷീൻ ലേണിംഗ് അസോസിയേറ്റ് എഞ്ചിനീയറിംഗ്. ഞാൻ ഇപ്പോൾ സൈലിങ്സിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ എം ഓൾസോ കമ്പ്യൂട്ടർ സയൻസ് enthusiast. I love to learn computer science a lot. So along with me, എൻ്റെ പേര് ദർശൻ കൃഷ്ണ, ഗ്ലോബൽ ഫൗണ്ടറീസ് ടെക്നോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഡാറ്റ അനലിസ്റ്റ് അത് തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണ് NTUവിൽ. ഇപ്പോൾ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ രണ്ട് വേർഡ്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ, ആർട്ടിഫിഷ്യലിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ലൈക്ക് നോട്ട് ഒക്കറിങ് നാച്ചുറലി. ഇൻ്റലിജൻസിൻ്റെ ഡെഫിനേഷൻ സിമ്പിൾ അല്ല, പക്ഷേ ഫോർ ടുഡേസ് പർപ്പസ് അതൊരു എബിലിറ്റി ടു അക്വയർ ആൻഡ് അപ്ലൈ നോളേജ് ആൻഡ് സ്കിൽസ് നമുക്ക് തൽക്കാലം ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് വാക്കുകളും എടുക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓഫ് മേക്കിംഗ് ഇൻ്റലിജൻറ്റ് മെഷീൻസ്. അതായത് ഇത്രയും നാളും നമ്മൾ ഡംപ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മെഷീൻസിനെ ഇൻ്റലിജൻറ്റ് ആക്കുക, അത്രയേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്നപ്പോൾ ഇവിടെ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യേണ്ടാവുക. ആർട്ടിഫിഷ്യൽ എയുടെ ഇൻഡസ്ട്രി റെലവൻസും എയുടെ പാത്വേ എന്ന് ഉദ്ദേശിക്കുന്നത് എയിലെ ആ ഒരു എ കരിയറിലേക്ക് എങ്ങനെ എത്താം. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഇപ്പോൾ AI ഇത്രക്കും റെലവൻ്റ് ആയിട്ട് പോപ്പുലർ ആയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് AI ഇന്നെവിറ്റബിൾ ആണെന്നും അതുപോലെ തന്നെ AI പഠിക്കുന്നത് ഒരു നെസസറി സ്കിൽ സെറ്റ് ആണ് എന്നും പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് റൈസ് ഓഫ് AI. എങ്ങനെയാണ് ഈ AI ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനായി മാറിയത്? അത് ഫോർത്ത് ഡിജിറ്റൽ റെവല്യൂഷൻ. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്റർനെറ്റ് വളരെയധികം യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരുപാട് ഡാറ്റ സ്ട്രീമിംഗ് ഉണ്ട്. ഈ ഡാറ്റകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു ബിസിനസ് മോഡൽ ഉണ്ടാക്കണം. ഓക്കെ, മാത്രമല്ല AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് AI അൽഗോരിതംസ് ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ. മാത്രമല്ല AIക്കുള്ള ഡാറ്റ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനെറ്റിന്റെ വരവോടുകൂടി AIക്ക് ലഭ്യമായ ഡാറ്റയുടെ അളവ് വളരെയധികം കൂടി. അതുകൊണ്ട് തന്നെ ഡാറ്റ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റിലയബിലിറ്റി കൂടും. അതിന് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറയും. പിന്നെ ഈ AI ട്രെയിനിങ്ങിനും AI ഇൻഫറൻസിനും വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയറുകൾ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കി തുടങ്ങി. NVIDIAകൾ ചിപ്പ് ഉണ്ടാക്കി തുടങ്ങി, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ക്ലൗഡ് ബേസ്ഡ് AI സർവീസുകൾ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഹാർഡ്വെയറുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഡെവലപ്പേഴ്സിന് ക്ലൗഡ് ബേസ്ഡ് AI സർവീസുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളെ ഗൂഗിള് തന്നെ കൊലാബ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 15 GB GPU ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത്, ഇൻഡസ്ട്രിയിൽ ഇതിൻ്റെ ഇത്രയും റെലവൻസ് കൂടാൻ കാരണം അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടി എന്നുള്ളതാണ്. ജനറൽ പബ്ലിക്കിന് AI എന്തോ വലിയൊരു സംഭവമാണെന്നും ഏതൊരു കമ്പനിയുടെ ഒപ്പം AI കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം റവന്യൂ ഉണ്ടാക്കും എന്നുള്ള ഒരു വിശ്വാസം ഇൻവെസ്റ്റ്മെന്റ്
ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വരെ കിട്ടി തുടങ്ങിയപ്പോഴാണ് ഈ AI ഇൻഡസ്ട്രി ഇത്രയും വളർന്നു കൊണ്ടുവരുന്നത്. അത് ഇൻവെസ്റ്റ്മെന്റുകാർക്ക് അങ്ങനെ ഒരു ധാരണ കിട്ടിയത് എന്തുകൊണ്ടാന്നൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, ഗ്ലോബൽ ഇന്റർനെറ്റ് ട്രാഫിക് വളരെയധികം വർദ്ധിച്ചു എന്നുള്ളതാണ്. അതിപ്പോ ഈ ഒരു ഗ്രാഫ് ഓവറോൾ വേൾഡിനെ പ്രൊജക്ടറി ചെയ്യുന്നതാണെങ്കിലും നമ്മളൊരു ഇന്ത്യനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 2002 ഒരു ഭാഗങ്ങളിലാണ് ഇന്റർനെറ്റ് പോപ്പുലറായി വന്നിരുന്നത്. പക്ഷെ ഇന്ന് പണ്ടത്തെ പോലെയല്ല നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. പണ്ട് ദിവസം 1-2 MB യൂസ് ചെയ്തിരുന്ന നമ്മൾ ഇന്ന് ഓരോ ദിവസം പെർ ഡേ 1 or 2 GB യൂസ് ചെയ്ത് തുടങ്ങി. ഇത് ഇൻഡിവിജ്വൽ ലെവലിലാണെങ്കിലും ഇൻഡസ്ട്രിയൽ ലെവലിൽ ദേ ആർ യൂസിങ് thousands of gigabytes. അപ്പോൾ അവര് അത് ഉപയോഗിക്കുന്നത് ഡാറ്റ ട്രാൻസ്ഫേഴ്സിനൊക്കെയാണ്, നോട്ട് ഫോർ അവർ പേഴ്സണൽ യൂസസ്. ദെൻ മറ്റൊരു കാരണം ഞാൻ പറഞ്ഞത് അതിൻ്റെ സ്കിൽസ് കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ AI അൽഗോരിതംസ് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം ബെറ്ററായി. ഫോർ എക്സാമ്പിൾ CNN എന്ന് പറയുന്നത് കൺവല്യൂഷണൽ ന്യൂറോ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഇമേജ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഇതിന്റെ എറർ റേറ്റ് നമ്മൾ ഈ ഗ്രാഫ് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു 27-28% ഒക്കെ കൂടുതലാണ്. ബട്ട് ഇറ്റ് ഡിക്ലൈൻ ടു മച്ച് ആൻഡ് ഈവൻ അത് മനുഷ്യന്റെ ഒരു എറർ റേറ്റിനേക്കാൾ വളരെ കുറവ് എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി. അപ്പോൾ മനുഷ്യന്റെ പെർഫോമൻസ് കോൺസ്റ്റന്റ് ആണ് ബിക്കോസ് ഓഫ് ദ എവല്യൂഷണറി കൺസ്ട്രെയിൻസ്, യു മൈറ്റ് നോ ദാറ്റ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, ഒരുപാട് ഹാർഡ്വെയർ കമ്പനികൾ AI ട്രെയിനിങ്ങിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ചിപ്പുകൾ ഉണ്ടാക്കി തുടങ്ങി. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് XMSന്റെ ചിപ്പാണ്, റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ളത് NVIDIAയുടെ വെറും AI ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് ആക്കി ഉണ്ടാക്കിയ എംബഡഡ് ചിപ്പാണ്. റൈറ്റിൽ തന്നെ ബോട്ടം ഉള്ളത് സൈലിങ്സ്, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ചിപ്പാണ്. ഓക്കെ, ഇനി AI ഫ്രെയിംവർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് ഗിറ്റ്ഹബ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഡെവലപ്പേഴ്സ് ഓപ്പൺ സോഴ്സ് ആയിട്ട് കോഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ സിംപ്ലിഫൈ ആയിട്ട് ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ ഇവിടെ കാണുന്ന ഓരോന്നും ഓരോ AI ഫ്രെയിംവർക്കുകളാണ്. ദ മോസ്റ്റ് പോപ്പുലർ വൺ ഈസ് ടെൻസർഫ്ലോ, പിന്നെ പൈടോർച്ച്. ടെൻസർഫ്ലോ ഗൂഗിളിൻ്റെ ആണ്, പൈടോർച്ച് ഐ ബിലീവ് ഇറ്റ് ബിലോങ്സ് ടു ഫേസ്ബുക്ക്. ഐ തിങ്ക് ഫേസ്ബുക്കിൻ്റെയാണ് പൈടോർച്ച്. അപ്പോൾ ഇവിടെ റേറ്റിംഗ് കൊടുത്തുള്ളത് ഗിറ്റ്ഹബിലെ സ്റ്റാർസ് അനുസരിച്ചിട്ടാണ്, സ്റ്റാർസ് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ്. ബട്ട് യു മൈറ്റ് നോ ദ പിക്ചർ, ഈ ഫ്രെയിംവർക്കുകളൊക്കെ ഇപ്പോൾ ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വേണമെങ്കിൽ ഗിറ്റ്ഹബിൽ ഈ ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് ഗിറ്റ്ഹബ് ക്ലോൺ ചെയ്തിട്ട് ഈ ഒരു ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് AI ഡിസൈനുകൾ ഉണ്ടാക്കാവുന്നതാണ്. മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വേറൊരു പോയിന്റ് ആയിരുന്നു, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകൾ AI ബേസ്ഡ് ബിസിനസ്സുകൾക്ക് വളരെയധികം കൂടി. അപ്പോൾ നമ്മളൊരു ഡാറ്റ അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മടങ്ങ് കൂടിയെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ 15 മടങ്ങ് കൂടി. ഇത് 2018 വരെയുള്ള ഡാറ്റയാണ്. ഇപ്പോൾ 2021 ഇതിനേക്കാൾ കൂടിയെന്നാണ് ട്രജക്ടറി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്രയും നേരം എന്തുകൊണ്ടാണ് ഇപ്പോൾ കറന്റ്ലി AI ഇൻഡസ്ട്രി ഇത്രയും റൈസ് ആവാനുള്ള കാരണങ്ങൾ എന്നാണ് എൻ്റെ ഫ്രണ്ട് റാസിബ് പറഞ്ഞത്. ഇന്ന് നമുക്ക് എന്തുകൊണ്ട് കമ്പനീസ് അല്ലെങ്കിൽ മോഡേൺ അല്ലെങ്കിൽ ഫ്യൂച്ചർ ബിസിനസ് മോഡൽസ് എന്തുകൊണ്ട് AI കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. മിക്ക കമ്പനീസും, ലോകത്തുള്ള മിക്ക ടോപ്പ് കമ്പനീസും ഡാറ്റ ഡ്രിവൺ അപ്രോച്ചിലേക്കാണ് നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഡാറ്റ ഡ്രിവൺ അപ്രോച്ച് ശരിക്കും എന്താണെന്ന് വെച്ചാൽ മിക്ക കമ്പനീസിൻ്റെയും ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, അതായത് CEO അടക്കമുള്ള ആൾക്കാർക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഇപ്പോൾ AI. അത് അവരുടെ കസ്റ്റമേഴ്സിൻ്റെയും മാർക്കറ്റിൻ്റെയും ഡാറ്റ കളക്ട് ചെയ്യുക, ആ കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നൊരു പർപ്പസ് അല്ലെങ്കിൽ മീനിങ് എടുത്തിട്ട് ആ മീനിങ് വെച്ച് ഡിസിഷൻസ് എഫിഷ്യൻ്റ് ആയിട്ടും ബെറ്റർ ആയിട്ടും ഉണ്ടാക്കാൻ ഇപ്പോൾ എക്സിക്യൂട്ടീവ്സിന് കഴിയും. അതാണ് AI യൂസ് ചെയ്യാനുള്ള മെയിൻ ഒരു റീസൺ. ഇപ്പോൾ ഈ ഗ്രാഫ് കണ്ടാൽ അറിയാം, ഓൾമോസ്റ്റ് 1 in 7 ലാർജ് കമ്പനീസ് AI ഡിപ്ലോയിഡ് ആണ്. ദാറ്റ് ഈസ് ലൈക്ക് 14%. ബാക്കി 23%, 25% ഒക്കെ 1 കൊല്ലം 2 കൊല്ലത്തിനുള്ളിൽ
AI ഡിപ്ലോയ് ചെയ്യും എന്നാണ് ഈ സർവേ കാണിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള 29% ഏകദേശം 3 yearsനുള്ളിൽ AI ഡിപ്ലോയ്ഡ് ആവും എന്ന് കാണിക്കുന്നുണ്ട്. ഇത് 2019 ഉണ്ടായിരുന്ന സർവേ ആണ്. സോ ഈ ഗ്രാഫിന്റെ മെയിൻ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ വരും വർഷങ്ങളിൽ ഇപ്പോൾ 2019 ആണെങ്കിൽ ഇപ്പോൾ ഈ കൊല്ലത്ത് നമുക്ക് കൂട്ടാം 2021 AI ബേസ്ഡ് ജോബ്സ് ഭയങ്കരമായിട്ട് ഇൻ ഡിമാൻഡാണ്. അപ്പോൾ ഏതൊരു വലിയൊരു ടോപ്പ് കമ്പനി എടുത്താലും അവർക്ക് AI സ്കിൽ സെറ്റ് ഉള്ള ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റ് അവർക്ക് നല്ല ആവശ്യമായിരിക്കും. ഇനി AI ഏതൊക്കെ ഫീൽഡിലായിരിക്കും യൂസ്ഫുൾ ആവുക അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആവുക എന്ന് ചോദിച്ചാൽ പ്രിറ്റി മച്ച് എവറി ഫീൽഡ്. ഈ പിക്ചറിൽ കാണുന്ന ഏകദേശം എല്ലാ ഫീൽഡിലും AI ആൾറെഡി ഉണ്ട് അല്ലെങ്കിൽ ഇനി വരും ഭാവിയിൽ. ഇന്ന് ഈ ടോക്കിൽ ഇരിക്കുന്നവരിൽ ആരൊക്കെ ഏത് ഫീൽഡാണ് മെയിനായിട്ട് ഉള്ളത് എനിക്കറിയില്ല. പക്ഷെ നമുക്കിപ്പോൾ 2 or 3 മേജർ ഫീൽഡ്സിൽ AIയുടെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലുള്ളവരോട് പ്രത്യേകിച്ച് പറയില്ല. AI ഈസ് എ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ AIയുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഇതിൽ നമുക്ക് AI ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഗ്ലോബൽ ഫൗണ്ടറീസ് ആക്ച്വലി ഒരു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയാണ്. സെമി കണ്ടക്ടറിൽ വേഫർ ഫാബ്രിക്കേഷൻ, വേഫർ ഉണ്ടാക്കുമ്പോൾ വേഫറിന്റെ ഫെയിലർ അനാലിസിസിനൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾസ് ആക്ച്വലി ഹൈലി ഇൻ്റലിജൻറ്റ് AI മോഡൽസ് ആണ്. വിഷ്വൽ ഇൻസ്പെക്ഷനൊക്കെ വെച്ചിട്ട് ഒരു വേഫറിന്റെ ഏത് ഭാഗത്താണ് ഡിഫക്റ്റ് വന്നിരിക്കുന്നത് അതനുസരിച്ചിട്ട് ആ പർട്ടിക്കുലർ വേഫറിനെ സ്ക്രാപ്പ് ചെയ്യണോ അതോ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഡിസിഷൻസ് എഞ്ചിനീയേഴ്സ് എടുക്കുന്നത് ആക്ച്വലി ഇപ്പോൾ AI ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ AI ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് പ്രോസസ് റിഫൈൻമെന്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ആ ഒരു വേഫർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എങ്ങനെയൊക്കെ ബെറ്റർ ആക്കാം എന്ന് AI യൂസ് ചെയ്തിട്ട് ഇപ്പം മിക്ക കമ്പനീസ്, ഇപ്പോൾ ഗ്ലോബൽ ഫൗണ്ടറീസ് ആണെങ്കിലും സിംഗപ്പൂറുള്ള വേറൊരു കമ്പനി SMSC, മൈക്രോൺ, ഇവരൊക്കെ ആക്ച്വലി AI യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ AI വരുന്നത് കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ലോങ് ടേം റവന്യൂ ആണ് ഫ്രം $5 to 8 billion to around $95 billion. ഇനി മെക്കാനിക്കൽ ഫീൽഡിൽ പറയുകയാണെങ്കിൽ ആക്ച്വലി മിക്കവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ആക്ച്വലി എനിക്കുണ്ടായിരുന്നു പണ്ട്. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, മെക്കാനിക്കൽ ഫീൽഡിൽ AIക്ക് ഒരു സ്കോപ്പ് ഇല്ലല്ലോ, ലൈക്ക് കൂടുതലും ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സൈഡിലല്ലേ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഞാൻ അന്ന് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സ്കോപ്പ് AIക്ക് മെക്കാനിക്കൽ സൈഡിലുണ്ട്. ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിലും ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് ഏത് കോളേജിൽ നടന്നൊരു പ്രൊജക്റ്റാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ റേസിംഗ് കാഴ്സിന്റെ ഫ്രെയിമിൽ ആ ഫ്രെയിം വർക്കിൽ സെൻസേഴ്സ് വെച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രെയിം റേസിംഗ് കാറിന്റെ മോഡലും ആ ഒരു ഷേപ്പൊക്കെ ഏറ്റവും ബെസ്റ്റ് ഏത് രീതിക്ക് വച്ചാലാണ് നമുക്ക് കുറവ് ഡ്രാഗ് കിട്ടുക, കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുക, ഫ്യൂൽ എഫിഷ്യൻ്റ് ആക്കുക എന്നൊക്കെയുള്ള ഒരു സ്റ്റഡി എടുത്തൊരു കോളേജിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ മെക്കാനിക്കൽ ഫീൽഡിൽ AIയുടെ ഇംപ്ലിമെന്റേഷൻ ആണ്. പിന്നെ റോബോട്ടിക്സ് വേറൊരു ഇംപ്ലിമെന്റേഷൻ ആണ്. മെറ്റീരിയൽ ഡിസൈൻ, ഇപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കൊരു ഒരു കൂടുതലൊരു ഇൻസൈറ്റ് തരാൻ കഴിയും ആക്ച്വലി AIക്ക്. അതൊക്കെ ഈ മെക്കാനിക്കൽ ഫീൽഡിനൊരു ഇംപ്ലിമെന്റേഷൻ ആണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത്ര നേരം സംസാരിച്ചത് എന്തുകൊണ്ട് ഇപ്പോൾ AI ഇൻഡസ്ട്രി വലുതായി, അതിനുശേഷം എന്തുകൊണ്ട് ഇൻഡസ്ട്രീസ് AI കൂടുതലും അഡാപ്റ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഇനി നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ AI കരിയർ സ്വന്തമാക്കാം. ഇപ്പോൾ AIയുടെ മെയിൻ ടോപ്പ് കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ബിഗ് ഡാറ്റ എഞ്ചിനീയേഴ്സ്, റിസർച്ച് സയൻറ്റിസ്റ്റ്, AI ഡാറ്റ അനലിസ്റ്റ്, ഇതൊക്കെയാണ്. ഇതൊക്കെ ആക്ച്വലി ടോപ്പ് എൻഡ് സൈഡാണ്. ഇപ്പോൾ ഞാനും റാസി ആക്ച്വലി AI ഡാറ്റ അനലിസ്റ്റിനൊരു ബിഗിനർ ലെവൽ എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഫീൽഡ്സിലേക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞാൽ ലൈക്ക് മോസ്റ്റ് ഓഫ് ദി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ഒരു ഡ്രീം കരിയർ ആയിരിക്കാം. എൻ്റെ ആക്ച്വലി ഇപ്പോൾ ഞാനിപ്പോൾ ഡാറ്റ അനലിസ്റ്റ് ആണെങ്കിലും എൻ്റെ ഒരു
ഒരു ഗോൾ എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റിസർച്ച് സയന്റിസ്റ്റ് അല്ലെങ്കിൽ റോബോട്ടിക് സയന്റിസ്റ്റ് ആവുക എന്നുള്ളതാണ്. ഇപ്പോ ഇതൊരു ഫണ്ണി വെൻ ഡയഗ്രാമാണ്. കമ്പ്യൂട്ടർ സയൻസ് ഒരു പർട്ടിക്കുലർ സബ്ജക്ട് മാറ്ററിലും എക്സ്പെർട്ടൈസ് ഒരാൾക്ക് ഒരു ട്രഡീഷണൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാം. ഈ കമ്പ്യൂട്ടർ സയൻസും മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ കുറച്ച് എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാർക്ക് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പ്രോഗ്രാമർ ആവാം. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ മാറ്റർ എക്സ്പെർട്ടീസ് ഉള്ള ഒരാളും ഒരു മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരാൾക്ക് ആക്ച്വലി ഒരു ട്രഡീഷണൽ റിസർച്ചർ ആവാം. പക്ഷെ ഇതെല്ലാം കൂടെ കൂടി ചേർന്നാൽ അവർക്കൊരു AI പ്രോഗ്രാമർ ആവാം. അതൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഇതാണ്. അപ്പൊ ആ വെൻ ഡയഗ്രാം കണ്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്ക് ട്രഡീഷണലി ഉള്ള സ്കില്ലിന് പുറമെ അഡീഷണൽ ആയിട്ട് കുറച്ചധികം സ്കില്ലുകൾ വേണം. അപ്പോൾ ഞാൻ പഠിച്ച ഫീൽഡ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ആണ്, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഞാൻ എത്തിപ്പെട്ടത് സൈലിങ്സ് എന്ന് പറഞ്ഞ കമ്പനി ഒരു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡാറ്റ അനലിസ്റ്റിന്റെ പൊസിഷനിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലോങ് വിത്ത് മൈ കോഴ്സ് ഞാൻ ഓൾസോ AI എന്നൊരു ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അതിനോടനുബന്ധിച്ചുള്ള കോഴ്സുകൾ പാരലലായി എടുത്ത് പഠിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഡ്രീം AI ജോബ് കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനാണ് ഒരു പ്രൊസീജിയർ ലെവലിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോസ്റ്റ് ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നല്ലൊരു ഓൺലൈൻ കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിലവിൽ എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നല്ല ബുക്കുകളുണ്ട്, AI ബേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പ്രോഗ്രാമിംഗ് ബേസ് ചെയ്തിട്ട്, അൽഗോരിതം ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്. പറ്റുമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വായിക്കുക. ഓഡിയോ ബുക്ക് പ്രിഫർ ചെയ്യുന്നവർക്ക് ഓഡിയോ ബുക്ക് വായിക്കാം. പിന്നെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഗോരിതംസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ആളുകളും നിലവില് ഫ്രെയിം വർക്ക് മാത്രം പഠിച്ചിട്ട് AI ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നവരുണ്ട്. അവർക്ക് ബേസിക് അൽഗോരിതം ലാക്കിംഗ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കോർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. അപ്പോൾ അൽഗോരിതംസും ഡാറ്റ സ്ട്രക്ചറൊക്കെ പഠിക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫൈനലി യു മസ്റ്റ് ടെസ്റ്റ് യുവർ ലേണിംഗ്. ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അതിന് നമ്മളൊരു പ്രൊജക്റ്റ് എടുത്ത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ നോക്കാം. നമ്മളെ ഫണ്ടമെന്റൽസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പാത്ത് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഫണ്ടമെന്റൽസിന് പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള കാര്യം മാത്തമെറ്റിക്സ് നിങ്ങൾ സീരിയസ്ലി എടുക്കണം. അത് കംപ്ലീറ്റ്ലി തെറോ ആയി പഠിക്കണം എന്നില്ലെങ്കിലും അതിന്റെ കോൺസെപ്റ്റുകൾ നിങ്ങൾ വളരെയധികം മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും ലീനിയർ ആൽജിബ്ര ആയാലും അതിന്റെ കോൺസെപ്റ്റ്, കാൽക്കുലസിന്റെയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കണം. എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യണമെന്നില്ല, അത് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ഒരുപാട് ഫ്രെയിം വർക്ക് ഉണ്ട്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് യു മസ്റ്റ് നോ ദ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ബേസിക് പ്രോഗ്രാമിങ് ഞാൻ പ്രിഫർ ചെയ്യണതും സജസ്റ്റ് ചെയ്യണതും പൈത്തൺ പഠിക്കാൻ ഭയങ്കര എളുപ്പമായത് കൊണ്ടാണ്. പിന്നെ ഓൺലൈൻ കോഴ്സുകൾ, ഈ AI റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഹാർഡ്വെയർ യൂണിവേഴ്സിറ്റിയുടെ തന്നെ CS50 എന്ന് പറഞ്ഞിട്ട് AI ഇൻട്രൊഡക്ഷൻ പോലെ ഒരു കോഴ്സ് ഉണ്ട്. പക്ഷെ അത് ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് മാത്രം പേ ചെയ്താൽ മതി. അത് ഓൺലൈൻ പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ ലോഗിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി കോളേജിൽ തന്നെ നിങ്ങൾക്ക് AI റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ടു ടേക്ക് ദ കോഴ്സ്. കാരണം ഒരു ലെക്ചർ ഉണ്ടായിട്ട് അവരൊപ്പം ഇരുന്ന് പഠിക്കുക, ഡൗട്ടുകൾ അപ്പം ക്ലിയർ ചെയ്യാം, വിച്ച് ഈസ് മോർ എഫക്റ്റീവ് ദാൻ ടേക്കിംഗ് എൻ ഓൺലൈൻ കോഴ്സ്, ഐ തിങ്ക് സോ. പിന്നെ ഞാൻ പഠിച്ചത് മോസ്റ്റ്ലി ഫ്രം ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമാണ്. ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഈ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക. അപ്പൊ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്. അതിലെ 17 പുസ്തകങ്ങൾ ഞാൻ ഓൾറെഡി ഈ ഒരു സ്ലൈഡിൽ വെച്ചിട്ടുണ്ട്. ലേറ്റർ ഐ ക്യാൻ ഷെയർ ദ സ്ലൈഡ് വിത്ത് എനി ഓഫ് യു. എന്നെ ഇൻവൈറ്റ് ചെയ്ത ആളുകളോ ആരെങ്കിലും ഞാൻ ഈ സ്ലൈഡ് എന്തായാലും ഷെയർ ചെയ്യാം. സോ യു ഗൈസ് ക്യാൻ റെഫർ ദ സ്ലൈഡ്. പിന്നെ അൽഗോരിതംസ്, ഒരുപാട് AI അൽഗോരിതംസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള അൽഗോരിതംസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദിസ് വാസ് എ മിസ്റ്റേക്ക് ഐ ഡിഡ് ഇൻ മൈ ബിഗിനിങ്. ലൈക്ക് ഞാൻ തുടക്കത്തിൽ ഒരു പ്രൊജക്റ്റ് എടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അൽഗോരിതം പഠിക്കാണ്ട് ആ പ്രൊജക്റ്റ് എടുത്തു. ലേറ്റർ ഇറ്റ് ഗെറ്റ് മെസ്ഡ് അപ്പ്.
ആ പ്രൊജക്റ്റ് എന്താ ഒരു ഡിസാസ്റ്ററിലാണ് എൻ്റെ അപ്പ് ചെയ്തത്. കാരണം എനിക്ക് അതിന്റെ ബേസിക് അൽഗോരിതംസ് പോലും അറിയണ്ടായിരുന്നില്ല. ഫൈനലി ടെസ്റ്റ് യുവർ ലേണിംഗ്. നമ്മൾ എന്ത് ബേസിക് പഠിച്ചാലും അത് നമ്മൾ ഓർമ്മയിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്യണം. അപ്പോൾ യു ക്യാൻ ക്രിയേറ്റ് ന്യൂ പ്രൊജക്ട് ബേസ്ഡ് ഓൺ എഐനെ ബേസ് ചെയ്തിട്ട് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ എൻ്റെ FIPക്ക് കോളേജിലെ ഫൈനൽ ഇയർ പ്രസന്റേഷൻ ഞാൻ ചെയ്ത പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ മാസ്ക് ഡിറ്റക്ഷൻ. ആ സമയത്ത് കൊറോണ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ടാവുള്ളൂ, എല്ലാവരും മാസ്ക് ഇടണം എന്നുള്ളൊരു റൂള് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റ് മാസ്ക് ഇടാത്ത ആളുകളെ ഡിറ്റക്ട് ചെയ്യും. അതൊരു YOLO V5 എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ AI മോഡലാണ്. അതിൽ ആരെങ്കിലും മാസ്ക് ഇട്ടില്ലെങ്കിൽ അപ്പം അത് അതോറിറ്റീസിന് അലാറം കൊടുക്കും, ആ ഒരു സിസ്റ്റമാണ്. പിന്നെ നിങ്ങൾക്ക് ഗിറ്റ്ഹബിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ക്ലോൺ ചെയ്തിട്ട് അതിലെ കുറച്ച് പാരാമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്ക് ചെയ്തിട്ട് കോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അത് ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നല്ല പ്രൊജക്റ്റ് ആയിരിക്കും, വർക്കിംഗ് പ്രൊജക്റ്റ് ആയിരിക്കും. ആ പ്രൊജക്റ്റിനെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളേതായ ഒരു രൂപത്തിൽ മാറ്റാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്കലി ഈ ഒരു ഫീൽഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് നോളേജും അതുപോലെ ലൈവ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഫൈനലി കേഗിൾ ചാലഞ്ചസ്. ഇപ്പോൾ കേഗിൾ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ AI എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അതിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതൊരു ഡാറ്റ സെറ്റ് പ്ലാറ്റ്ഫോമാണ്, ഡാറ്റ സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടി അതിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ആൻഡ് യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് സ്കിൽ, യു വിൽ ഗെയിൻ എ ലോട്ട് ഓഫ് സ്കിൽ. സോ ടു കൺക്ലൂഡ്, നമ്മൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. AI ഒരു നല്ല പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണെന്നും അതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ AI-നോട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മാത്രമല്ല AI ഞാൻ കൺസിഡർ ചെയ്യുന്നത് AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മോസ്റ്റ് സെക്യൂർഡ് ജോബ്. ഇപ്പോൾ നമ്മൾ ഏതൊരു ഫീൽഡിലുള്ള ജോലി എടുത്തു കഴിഞ്ഞാലും ആ ജോലി ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആവും എന്നുള്ളത്. അത് മാത്രമല്ല, ബിക്കോസ് ഓഫ് ദ റൈസിങ് AI വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ജോലികൾ ഒരു 15-20 വർഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാകും എന്നാണ് ഇതിന്റെ എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ AI പഠിക്കല് ഒരു നെസസറി സ്കില്ല് മാത്രമല്ല, ഇറ്റ്സ് ദ മോസ്റ്റ് സെക്യൂർഡ് കരിയർ. അതിന്റെ റിസർച്ച് ഫീൽഡിലായിരിക്കും മോസ്റ്റ് സെക്യൂരിറ്റി ഉണ്ടാവുക. കാരണം അതാണ് ഒരു ഫൈനൽ ഇൻവെൻഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ഫിക്ഷൻ റൈറ്റേഴ്സും ഓതേഴ്സും ഒക്കെ ഇതിനെ AI-നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി AI പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇപ്പം അത് ഭയങ്കര പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഓൺലൈനിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് അത് പഠിക്കാൻ. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്, കോഴ്സുകളുണ്ട്. മാത്രമല്ല ഇതിന്റെ അൽഗോരിതംസ് ഒക്കെ ഓപ്പൺ സോഴ്സ് ആണ്, ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, ഫൈനലി ബിഫോർ വി എൻഡ്, ഇത് കുറച്ച് ഫേമസ് ആൾക്കാർ പറഞ്ഞുള്ള കോട്ട്സുകളാണ്. ഫോർ എക്സാമ്പിൾ ലാരി പേജ്, ഫൗണ്ടർ ഓഫ് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്, ഗൂഗിളിന്റെ കോർ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെർച്ച് എഞ്ചിനിൽ AI കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ്. ഓൾസോ പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഇസ് ഇൻ മാജിക്, ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ഡേവ് വാട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറന്റ് ഡാറ്റ വെച്ചിട്ട് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി AI-ക്ക് ഉണ്ട്. അതാണ് മിക്ക ഇൻഷുറൻസ് കമ്പനീസൊക്കെ ചില ഇൻഷുറൻസുകളെ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നൊക്കെ അവരുടെ ഡാറ്റ ബേസ്ഡ് ആയിട്ട് തീരുമാനിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ആൻഡ്രൂ എന്ന് പറയുന്നത് AI ഫീൽഡിലുള്ള ഒരു റിസർച്ചറാണ്. ആള് പറഞ്ഞ് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് എ ന്യൂ ഇലക്ട്രിസിറ്റി. ഇറ്റ് ഷോസ് ദ നെസസിറ്റി ഓഫ് ദ മാറ്റർ. ലൈക്ക് എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ നിലവിൽ, പണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ പവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രീസ് സ്റ്റോപ്പ് ആവും. നിലവിൽ AI അതേ അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ AI സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് നിന്ന് പോകും. അതുപോലെ ജെയിംസ് സ്കോട്ട് പറഞ്ഞുള്ളത് ഇതിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞ് സൈബർ ഡിഫൻസിന് ഏറ്റവും നല്ലത് മെഷീൻ ലേണിംഗ് വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റാൻ ഉള്ള കേപ്പബിലിറ്റീസ് AI-ക്ക് ഉണ്ട് എന്നാണ് ജെയിംസ് സ്കോട്ട് പറഞ്ഞത്. ഓക്കെ, ഫൈനലി താങ്ക് യു. ഇനി ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വി ആർ ഹാപ്പി ടു ആൻസർ. So guys, you can ask all your doubts either using your mic or the chat box.
ഓക്കെ, അപ്പൊ ഒരു കമന്റ് കിട്ടിയിട്ടുണ്ട്, സോഫിയ ഡേഞ്ചർ ആണോ എന്നുള്ളത്. സോഫിയ നമ്മൾ മനസ്സിലാക്കി, ഫസ്റ്റ് ഓഫ് ഓൾ സോഫിയ പറയുന്നതിനേക്കാൾ മുമ്പ് 2 തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ഉണ്ട്. സോഫിയ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അല്ല, ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് ആണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റലിജൻസ് ആണ്. അപ്പോൾ നിലവിലുള്ള സോഫിയ എന്ന് പറയുന്ന ഒരു റോബോട്ടിന് കുറച്ച് വിഷയങ്ങളിലാണ് എക്സ്പെർട്ടീസ് ഉള്ളത്. ഒന്ന് അതിന്റെ ചാറ്റ് ബോട്ട് എബിലിറ്റിയാണ്, അത് നന്നായി നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് ഉത്തരം പറയും. പിന്നെ അതിന്റെ എക്സ്പ്രഷൻ എഞ്ചിൻ വളരെ അധികം നല്ലൊരു എഞ്ചിനാണ്. അതല്ലാതെ ഇതിന് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാപ്പബിലിറ്റി ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് സോഫിയക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ എനിക്ക് ചൈനീസ് റൂം എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ദർശനം എക്സ്പ്ലെയിൻ ചെയ്യാതെ വേണമെങ്കിൽ AI എങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ള AI എങ്ങനെയാ വർക്ക് ചെയ്യണത് എന്നുള്ളത്. ചൈനീസ് റൂം എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ചാൽ, ഇപ്പോ എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ ഓരോ ഇംഗ്ലീഷ് ലെറ്ററിനും വേർഡിനും ഒക്കെ അതിൻ്റെ ചൈനീസ് പേരിൻ്റെ എങ്ങനെയാണെന്ന് പറയണത് ഒരു സെറ്റ് ഓഫ് റൂൾസ് പോലത്തെ ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് കിട്ടണ ഒരു സെൻറ്റൻസ് എനിക്ക് അത് ചൈനീസ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ചൈനീസ് റൂമിലേക്ക് ഒരു ചൈനീസ് പേഴ്സൺ കയറി വന്നാൽ ആ പേഴ്സൺ സംസാരിക്കുന്ന ചൈനീസ് ഡയലോഗ്സ് എനിക്ക് ഈ സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പേഴ്സൺ വന്നിട്ട് ഇങ്ങനെ ചെയ്താൽ ഈ സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ട് എനിക്കത് അങ്ങനെ മാറ്റാൻ പറ്റും. അപ്പോൾ ടെക്നിക്കലി എനിക്ക് ചൈനീസ് അറിയില്ല. അതാണ് ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻ. ഞാനിത് ചെയ്യണത് ആ ബുക്കിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഈ പർട്ടിക്കുലർ സാധനങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആ ബുക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ AI ആക്ച്വലി നാരോ ഇൻ്റലിജൻസ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ജനറൽ ഇൻ്റലിജൻസ് വരുമ്പോഴാണ് ആ പർട്ടിക്കുലർ മോഡൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് ഈ ഓരോ കാര്യങ്ങളുടെയും ഇൻസൈറ്റ് ഉണ്ടാവുക കൂടുതൽ അതിൽ. അപ്പോൾ അതാണ് എൻ്റെ വ്യത്യാസം. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്നത് AI അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കും. ഒന്നാമത് AI ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ബേസിക് 1s and 0s അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവര് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് അങ്ങനെ ഈ അടുത്ത ഒരു അതിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അഭിഷേക്, ഫേസ്ബുക്കിന്റെ ആ ഒരു 2 ചാറ്റ് ബോട്ട് സംസാരിച്ചത് ആക്ച്വലി അത് അവരുടെ ലാംഗ്വേജ് അല്ല, അത് സോഷ്യൽ മീഡിയയും ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ആക്കി എടുത്തിട്ടാണ്. അവർ ആക്ച്വലി സംസാരിക്കാൻ പഠിക്കായിരുന്നു. അപ്പോൾ സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി സംസാരിക്കാൻ പഠിക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാലോ. അവർക്ക് അറിയണ കുറേ വാക്കുകൾ പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ലാണ്ട് രീതിക്ക് അവർ സംസാരിക്കാൻ ശ്രമിക്കും. നമ്മൾ അഡൾട്ട്സ് എങ്ങനെ സംസാരിക്കുന്നു അത് ഇമിറ്റേറ്റ് ചെയ്യാവുന്ന രീതിക്ക് അവർ സംസാരിക്കാൻ ശ്രമിക്കും. അതേപോലത്തെ ഒരു സംഭവമാണ് അവിടെ നടന്നത്. ആക്ച്വലി അവർ ആ പർട്ടിക്കുലർ 2 ബോർഡ്സ് തമ്മിൽ ചാറ്റ് ചെയ്യാൻ പഠിക്കുകയായിരുന്നു. ആ പഠിക്കണ സ്ക്രിപ്റ്റാണ് ശരിക്കും നമ്മൾ കണ്ടത്. അല്ലാണ്ട് അപ്പോൾ അതിനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ അത് അവർ സീക്രട്ട് ലാംഗ്വേജ് ഉണ്ടാക്കി തമ്മിൽ ചാറ്റ് ചെയ്തെന്നൊക്കെ ആയതാണ് ആക്ച്വലി. അത് ഫേസ്ബുക്ക് അവരെ ഷട്ട് ഡൗൺ ചെയ്തെന്നാണ് മൂന്നാമത്തെ കമന്റിൽ പറഞ്ഞത്. ലൈക്ക് അവർ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ആക്ച്വലി സക്സസ് ആയില്ല. ആ ഒരു ചാറ്റ് കുറച്ച് കഴിഞ്ഞ കുറെ വേരിയൻസ് അവർ ട്രൈ ചെയ്തപ്പോൾ ആക്ച്വലി പിന്നെ അതൊരു മീനിങ് ഫുൾ സെന്റൻസിലേക്കൊന്നും പോവാണ്ടായി. അതുകൊണ്ടാണ് ഷട്ട് ഡൗൺ ചെയ്തത് ആക്ച്വലി. എനി അതർ ക്വസ്റ്റ്യൻസ്? ഇപ്പോ ഡേഞ്ചറിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്, നിലവിലുള്ള AI നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഡേഞ്ചേഴ്സ് ഒന്നും ഡെപിക്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളാണ് AI ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് എത്രത്തോളം സേഫായി ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളും ഞങ്ങളൊക്കെയാണ്. മീൻസ് നമ്മളാണ് ഈ AI ഫ്യൂച്ചർ ആവേണ്ടവര്. അപ്പൊ AI എങ്ങനെ ഒക്കെ പെരുമാറണം എന്ന് തീരുമാനിക്കേണ്ട ആളുകളും നമ്മളാണ്. അപ്പോ അത് ഡേഞ്ചർ ആവണോ അതോ അത് സേഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നോ എന്നുള്ളതൊക്കെ ഡിസിഷൻസ് ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും. Any more doubts?
നിങ്ങൾ എഐയുടെ ഡീപ്പായിട്ട് ചോദിക്കണേക്കാൾ നല്ലത് ജോലിനെ പറ്റിയിട്ടൊക്കെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കണമായിരുന്നു. നിങ്ങളെ ഫ്യൂച്ചറിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാം. AI അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യില്ലേന്ന്. ഓക്കെ, അത് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കണം. ഒന്ന്, നമ്മളിപ്പോ കേരളത്തിൽ തന്നെ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് ഒരു സമരം ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ വരരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വരരുത് എന്ന് ഒരുപാട് പേര് പറഞ്ഞതിന് അന്നുള്ള ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആൾക്കാർക്ക് അധികം അറിയില്ല, കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ജോലി പോവും എന്നായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. ബട്ട് ഫോർ ദ കോൺട്രറി, നേരെ തിരിച്ചാണ് ഉണ്ടായത്. കമ്പ്യൂട്ടർ വന്നപ്പോൾ ഒരുപാട് പ്രോസസ്സ് ഡെവലപ്മെന്റ് ആവുകയും ചെയ്തു, ഒരുപാട് പേർക്ക് ജോലി കിട്ടുകയും ചെയ്തു. അപ്പോൾ AI പോലത്തെ ഒരു ഫീൽഡ് വരുമ്പോൾ രണ്ട് മൂന്ന് കേസുകൾ നമ്മൾ, രണ്ട് മൂന്ന് സിനാരിയോസ് നമ്മൾ അസസ് ചെയ്യണം. ഒന്ന്, ഇപ്പോ ജോബിന് ഭയങ്കര ഇൻക്രീസിങ് ഡിമാൻഡുകളാണ്. AGI വരുന്നത് വരെ നല്ല എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അതിനൊരു ഗ്രാഫ് ഉണ്ട്, അത് ഏത് സയന്റിസ്റ്റ് ആണ് ആ ഗ്രാഫ്, ഞാൻ പേര് മറന്നു. അത് ഇങ്ങനെയാണ് ആക്ച്വലി, ഈ ക്രിയേറ്റിവിറ്റി, ഡിസിഷൻ മേക്കിംഗ്, എക്സിക്യൂട്ടീവ്, CEO ജോബ്സ്, അങ്ങനത്തെ ജോബ്സ് ഒക്കെ സേഫ് ആയിരിക്കും. കുറച്ചുകൂടെ റിപ്പീറ്റേറ്റീവ്, ബോറിങ്, ബഞ്ച് ഓഫ് കുറെ ഡാറ്റാസിലൂടെ പോവുക, അങ്ങനത്തെ കുറെ ജോബ്സ് ഒക്കെയാണ് ആദ്യം എടുക്കുക. അത് പിന്നെ അങ്ങനത്തെ ജോബ്സ് നമ്മൾ ഹ്യൂമൻസ് ചെയ്യണേക്കാൾ റോബോട്ട്സ് അല്ലെങ്കിൽ ബോട്ട്സ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ജോബ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇമോഷൻസ് കൂടുതലും വേണമെന്നുള്ള ജോബ്സ്, ഇപ്പോൾ ടീച്ചിങ് ആണെങ്കിൽ ടീച്ചിങ്, നഴ്സിംഗ്, അങ്ങനത്തെ ഹോസ്പിറ്റാലിറ്റി ജോബ്സ് ഒക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. കാരണം ഇതൊന്നും AI ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഫീൽഡിലൊക്കെ AI പ്രസൻസ് ഉണ്ടാവും ഒബ്വിയസ്ലി, ടീച്ചിങ്ങിലാണെങ്കിലും. പിന്നെ ഡോക്ടേഴ്സൊക്കെ സ്റ്റിൽ സേഫ് ആണ്. അത് എഞ്ചിനീയറിംഗ് കോളേജിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും സേഫ് എഞ്ചിനീയേഴ്സ് തന്നെയാണ്. അതെ, ബിക്കോസ് ദേ ഡിസൈൻ തിങ്സ്. അവരാണ് AI ആയാലും എന്തായാലും ഉണ്ടാക്കുന്നത് എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് വെർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ വരെ ജോലി പോയാലും എഞ്ചിനീയേഴ്സിന്റെ ജോലി പോയില്ല എന്ന് തന്നെയാണ് എക്സ്പെർട്ട് ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. കാരണം അവരാണ് AI-നെ ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും. എഞ്ചിനീയേഴ്സിന്റെ ജോബ് സ്റ്റൈല് മാറും. ഇപ്പോൾ ഉള്ള ജോബ് മാറിയിട്ട് കുറച്ചും കൂടി വേറെ രീതിക്കാണ്. അത് വന്നാൽ മാത്രം നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ ഫുൾ ഹൈപ്പോത്തസിസ് ആണ്, അങ്ങനെയൊക്കെ ആവാം ഇങ്ങനെയൊക്കെ ആവാമെന്ന് ഓരോരുത്തർ പ്രെഡിക്റ്റ് ചെയ്യണതാണ്. എഞ്ചിനീയേഴ്സിനെ ബാധിക്കും, പക്ഷെ അവരുടെ ജോലി പോവില്ല. അതാണ് മിക്ക സയന്റിസ്റ്റുകളുടെയും ഒരു പ്രഡിക്ഷൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അതും ഫിക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ഫ്യൂച്ചർ വാറിലൊക്കെ AI ബേസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യാം, ബട്ട് അത് ഇപ്പോ നിലവിൽ പോലും ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. കാരണം AI പോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നോളജി വാറിൽ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രോണിന് ഒരു ക്യാരക്ടറിനെ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രോൺ പോയി ഷൂട്ട് ചെയ്യുന്ന അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സീരീസ് വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതില് നിലവിലുള്ള AI റിസർച്ചേഴ്സ്, AI സയന്റിസ്റ്റുകൾ പോലും വോട്ട് ചെയ്തുള്ളത് AI ഒരിക്കലും വെപ്പണൈസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. അതിനുള്ള കേപ്പബിലിറ്റീസ് ഇപ്പൊ പോലും ഉണ്ട്. ഇപ്പൊ പോലും വെപ്പണൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടായിട്ടും അക്കാഡമിയ ആയിട്ടുള്ള ആളുകൾ പറയുന്നത് അത് ചെയ്യരുത് എന്നാണ്. ഇപ്പോ സെയിം വിത്ത് ന്യൂക്ലിയർ ടെക്നോളജീസ്. ഇപ്പോൾ അതൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ യെസ് ചെയ്യാൻ പറ്റും, പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യൻ, AI സ്പേസ് സയൻസിൽ കൂടുതൽ യൂസ് ചെയ്യുന്നില്ലേ? ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ സയൻസിൽ സ്പേസിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണ് ലോങ് ആയിട്ട് ലാസ്റ്റ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ സ്പേസ് സയൻസ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗിൽ ഒരുപാട് മേഖലകൾ ചേർന്നതാണ് ഈ ഒരു സ്പേസ് സയൻസ്. ഇപ്പോൾ അവരെ ഷട്ടിൽ ഡിസൈനിങ് ആയാൽ അത് മെക്കാനിക്കൽ സൈഡ്, അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രിക് സൈഡ്, അങ്ങനെ എല്ലാ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ഒരു സ്പേസ് സയൻസ് എന്ന് പറഞ്ഞ സെക്ടർ. ഇപ്പോ ഈ അടുത്ത് സ്പേസ് എക്സിന്റെ ഒരു മറ്റേ ഫാൽക്കൺ അല്ലേ, ഫാൽക്കൺ തോന്നുന്നു, ഫാൽക്കൺ തിരിച്ച് ലാൻഡ് ചെയ്യണ ഒരു വീഡിയോ അനലൈസ് ചെയ്തിട്ടൊരു ട്വീറ്റ് ഒന്നുണ്ടായിരുന്നു. ലൈക്ക്
കറക്റ്റ് ഇത്ര പൊസിഷനിൽ എത്തുമ്പോൾ ഇത്ര പെർസെൻറ്റ് ട്രസ്റ്റ് കൊടുക്കണം, ഇത്ര ഇതൊക്കെ ഓപ്പൺ ആവണം, ക്ലോസ് ആവണം എന്നൊക്കെ റിയൽ ടൈം അനലൈസ് ഇവിടെ നിന്ന് നമുക്ക് എർത്തിലിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ലേറ്റൻസി വരും. അപ്പോൾ ഇതൊക്കെ ആ പർട്ടിക്കുലർ ഷട്ടിലിൽ തന്നെ ഉള്ളൊരു AI ആണ് കൺട്രോൾ ചെയ്യണത്. അപ്പോൾ അതും ഈ ഒരു സ്പേസ് ഇൻഡസ്ട്രിയിലുള്ളൊരു AIയുടെ വലിയൊരു ഇംപ്ലിക്കേഷൻ ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഇട്ടാൽ മതി. Anyone? Okay, we have come to the end of an informative webinar. I thank the speaker of today's session, Mr. Mohammed Rashi and Mr. Darshan, for the edifying session. We are really grateful to have you here this evening. Thank you for having us too. Thank you.